പരിശുദ്ധാത്മാവ് അമ്മയെക്കുറിച്ച് പറഞ്ഞു. എല്ലാം ഞാൻ ഈ നിങ്ങളോട് വെളിപ്പെടുത്തിയ എല്ലാ രഹസ്യങ്ങളും പരിശുദ്ധാത്മാവ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എലിസബത്തിലൂടെ അമ്മയെക്കുറിച്ചൊരു വാക്യം പറഞ്ഞുള്ളൂ. മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നുവോ അത് അപ്പൻ എങ്ങനെ മനസ്സിലാക്കണമെന്ന് അപ്പൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മനസ്സിലാക്കിയ ആളാണ് നീ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ബ്ലെസ്ഡ്. വീണ്ടും പരിശുദ്ധാത്മ നിറഞ്ഞുകൊണ്ട് അതിന് പ്രത്യുത്തരമായി അമ്മ പറഞ്ഞു, തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. കൈയിടിച്ച് കർത്താവ് തലമുറകൾ തോറും പാടും ജപമണിമാലകളിൽ ഉയരും പറുദീസയായി അമ്മ ദൈവത്തിനു പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു പറുദീസയായി അമ്മ ദൈവത്തിനു പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. Praise the Lord. കൈ രോഗമുള്ള ഇടത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറയണത് കർത്താവ് നമുക്ക് തന്ന ഒരു നോട്ടാണ്. പക്ഷേ ഒത്തിരി പേര് ഇപ്പോൾ സാക്ഷ്യം പറയുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും അച്ഛൻ പറയുന്നു, കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന ഈ ഉജ്ജ്വലിക്കുന്ന നിമിഷങ്ങളിൽ അമ്മ ഉണർവോടുകൂടി നമുക്ക് സാക്ഷ്യം നൽകുന്ന മധ്യസ്ഥം വഹിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങളുടെ രോഗമുള്ളിടത്ത് യേശുനാമത്തിൽ നിങ്ങൾ കൈവെക്കുക. എവിടെയാണ് രോഗമുള്ളത്? തൈറോയിഡുകാരാണെങ്കിൽ തൊണ്ടയിൽ കൈവെക്കുക. ഓൺലൈനായിട്ട് ഇപ്പോഴ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ ധ്യാനം കേൾക്കുന്നവരെ, ആശുപത്രിയിൽ ഇരുന്നു കൊണ്ട് ഇത് ധ്യാനം കേൾക്കുന്നവരെ, നിങ്ങളുടെ രോഗികൾ അടുത്തുണ്ടെങ്കിൽ അവിടെ രോഗമുള്ള ഇടത്ത് നിങ്ങൾ യേശുനാമത്തിൽ ഇപ്പോൾ കൈവെക്കേണ്ടതാണ്. കുറേയധികം മക്കളെ ഈശോ ഈ ആരാധന സമയത്ത് സുഖപ്പെടുത്തിയ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളെല്ലാം ആൾക്കാർ ഇവിടെ വന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥമെന്ന് പറയണത് കർത്താവ് ഈ അടയാളത്തിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. ആശുപത്രിയിൽ ഒരു മോള്, കുഞ്ഞിന് തൈറോയ്ഡ് 500 കുഞ്ഞ് വളരെ ഒരു ഡെലീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോഴാണ് ആശുപത്രിയിൽ നിന്നുകൊണ്ട് ധ്യാനം കൂടുന്നത്. അപ്പോൾ അമ്മ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞ് തൊട്ടിലേക്ക് കിടക്കുകയാണ്. തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കുഞ്ഞിക്കൈ എടുത്തിട്ട് അമ്മ കുഞ്ഞിൻ്റെ തന്നെ കഴുത്തിൽ വെച്ചുകൊണ്ട് അവൻ്റെ തൈറോയ്ഡ് മാറാൻ വേണ്ടി സ്തുതിച്ചുകൊണ്ടിരുന്ന. എന്നിട്ട് ആ സ്തുതിപ്പ് കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നോർമലായെന്ന് പറഞ്ഞൊരു സാക്ഷ്യം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം ദൈവം അംഗീകരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള ശുശ്രൂഷകളിലൂടെ ദൈവത്തെ ആരാണ് ദൈവമായിട്ട് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്നേഹത്തോടെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത്, അവിടെ എല്ലാം ദൈവം അടയാളം കാണിച്ചിരിക്കും. ദൈവവേദലെ നീ നിൽക്കുന്ന ഇടം
കർത്താവിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണ്. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി എടുക്കാൻ പോകുന്നവർക്ക്, അതുപോലെ തന്നെ ഉടമ്പടി പുതുക്കിയവർക്കും പുതുതായി എടുക്കുന്നവർക്കും എല്ലാം വേണ്ടിയാണ് ഈ ശുശ്രൂഷ, ഉടമ്പടി ധ്യാനം നടക്കുന്നത്. ഉടമ്പടി ധ്യാനത്തിൽ എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി ചിലർക്ക് അൺആൻസറായിട്ടുണ്ടാവും. ഉത്തരം കിട്ടാത്ത അവസ്ഥയിലുള്ള ഉടമ്പടികളുണ്ടാവും. അപ്പം അതെന്താണ്? ഉത്തരം താമസിക്കുന്ന അസ്വാഭാവികമായിട്ട്, സ്വാഭാവിക താമസം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സ്വാഭാവിക താമസം വെച്ച് കഴിഞ്ഞാൽ സ്വഭാവം, നാച്ചുറലായിട്ടുള്ള എൻ്റെ പ്രകൃതിപരമായ താമസം, സാധാരണ ഭൗതിക വിഷയങ്ങൾക്കുണ്ടാവും. ഇപ്പോൾ ഒരു വാഴ കുലച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പഴുക്കത്തില്ലല്ല. അഥവാ പഴുക്കണമെങ്കിൽ നമ്മൾ തല്ലിപ്പഴുപ്പിക്കണം, ഇപ്പം ചവർക്കും അല്ലേ. അപ്പം അതാണ് സ്വാഭാവിക താമസം. മധുരം വേണമെങ്കിൽ എൻ്റെ സ്വാഭാവിക താമസം എടുക്കും. അല്ലാതെ താമസിക്കുന്നതിനാണ് അസ്വാഭാവിക താമസം എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ വെച്ചേക്കുന്ന വിഷയങ്ങളുടെ മേലുള്ള ഈ അസ്വാഭാവിക താമസം വരുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൗണ്ടറാക്ട് ചെയ്യാൻ, കൺഫ്രണ്ട് ചെയ്യാം, അസ്വാഭാവിക താമസത്തെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിച്ചിടുന്നു ഞങ്ങൾ. സ്തുതിക്കട്ടെ. ഇതൊരു നല്ല ശക്തമായ സ്പിരിച്വാലിറ്റി ഉള്ളവർ എഴുതിയിട്ടുള്ള ഗാനങ്ങളാണിതെല്ലാം. ഈ ഗാനങ്ങളിലൊക്കെ ഒത്തിരിയേറെ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഭക്തി ഗാനങ്ങളുണ്ട്. കൃപാസനത്തിൽ ഭക്തി ഗാനങ്ങളൊന്നും പാടത്തില്ലല്ലോ, ഭക്തിഗാനങ്ങളൊന്നും പാടത്തില്ല. പിന്നെ ഭക്തിഗാനങ്ങളുടെ കൂടുതൽ ആത്മീയ ഗാനങ്ങളുണ്ട്, അതൊട്ടും പാടത്തില്ല. പിന്നെ ഉള്ളത് ഉണർവ് ഗാനങ്ങളുണ്ട്. ഉണർവ് ഗാനങ്ങളിൽ തന്നെ അഭിഷേക ഗാനങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അത് എഴുതുന്നവർക്ക് അഭിഷേകം ഉണ്ടാകണം, അത് ട്യൂൺ ചെയ്യുന്നവർക്ക് അഭിഷേകം ഉണ്ടാകണം, പാടുന്നവർക്കും അഭിഷേകം ഉണ്ടാകണം. അപ്പോൾ പാടുന്നവരുടെ അരുവി മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിഷേകം കിട്ടത്തില്ല. ഇങ്ങനെ കുറേ കാര്യം ദൈവം സഞ്ചരിക്കുന്ന ഒരു ഉപകരണമാണല്ലോ. ദൈവം സഞ്ചരിക്കുന്ന ഉപകരണം. ഇപ്പം ഇതിൻ്റെ അകത്ത് അഭിഷേകമുള്ളത് ആ ഒരു 4 വരിക്ക് അഭിഷേകമുള്ളത്. അത് കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നമ്മുടെ ആന്തരിക ഇതിൽ എവിടെയോ അങ്ങ് തുടർന്ന് നോക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആവർത്തിച്ച് പാടാം. കാര്യം ആ അഭിഷേകത്തിൻ്റെ ഒരു രീതി, അഭിഷേകം നമുക്ക് ഫീൽ ചെയ്യുന്ന ആവർത്തനത്തിലൂടെയാണ്. പക്ഷെ നിങ്ങളതിൻ്റെ കൂടെ സഞ്ചരിക്കണം. നിങ്ങളുടെ വിശ്വാസം കൊണ്ട്, പ്രത്യാശ കൊണ്ട്. ഇപ്പം അതിൻ്റെ സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് പറയാൻ കാര്യം എന്താണ്? അതിനൊരു ആധ്യാത്മികതയുണ്ട്. എന്താ കാര്യം? നിന്തിരു മുമ്പിൽ നിന്നിടുമ്പോൾ ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പിന്നെന്താണ്? പ്രത്യാശ ഒന്ന് മാത്രം. അത് ഈ ദുഃഖങ്ങളും ഭാരങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കുള്ള പ്രത്യാശ ഭാരങ്ങളെ ലഘൂകരിക്കുന്നു. അതാണ് വിഷയം. ഈ പ്രത്യാശ നമുക്ക് അറിവിൻ്റെ തലത്തിലുണ്ടാകാം, അനുഭവ തലത്തിലുണ്ടാകാം. അപ്പോൾ ഇത് അറിവിൻ്റെ തലത്തിൽ എപ്പോഴും വരുന്നൊരു വിഷയം, എല്ലാവർക്കും പ്രത്യാശ ഉണ്ട്, അത് അറിവിൻ്റെ തലത്തിലാണ്. അങ്ങനെയല്ല, ഇതിനൊരു പ്രത്യാശയുടെ ഒരു അഭിഷേക തലമുണ്ട്. അറിവിൻ്റെ തലം കഴിഞ്ഞിട്ട്, അനുഭവ തലം കഴിഞ്ഞിട്ട് ഒരു അഭിഷേക തലമുണ്ട്.
അതാണ് എപ്പോഴും നമ്മൾക്ക് ദൈവാനുഭവത്തിന് നമ്മളെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു കപട ദൈവാനുഭവമായി പോവും. ദൈവാനുഭവം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ദൈവാനുഭവം ആകണമെന്ന് നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും എല്ലാ വിഷയവും, വചനത്തിനും അഭിഷേകമുണ്ട്, അറിവുണ്ട്, അനുഭവമുണ്ട്, അഭിഷേകമുണ്ട്. ഇത് മൂന്ന് ഓരോ ഘട്ടങ്ങളാണ്, വളർച്ചയുടെ ഘട്ടങ്ങൾ. ആദ്യം അറിവായിരിക്കും നമുക്ക് കിട്ടുന്നത്, പിന്നെ അത് അനുഭവമാകും. അനുഭവം എല്ലാവർക്കും ആകത്തില്ല. അത് ആരാണ് എക്സിക്യൂട്ട് ചെയ്യണത്, ആരാണ് ആ വചനം എക്സിക്യൂട്ട് ചെയ്യണത്, അതായത് പ്രയോഗിക്കുന്നവർ. അപ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു ആളിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും എപ്പോഴും. കാര്യം നമ്മൾ അസസ്മെൻ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം നമ്മളെ ഒരു ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന തന്നെ, നിങ്ങളെ പ്രാർത്ഥനയിൽ വളരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നല്ല അസസ്മെൻറ്റ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരു ആത്മാർത്ഥമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളെക്കുറിച്ചുള്ള ഒരു തൂക്കി നോക്കലേ, അക്കത്തൂക്കങ്ങൾ നോക്കുന്നത് നമ്മളെക്കുറിച്ച് ഒരു അസസ്മെൻറ്റ്. അതിൽ ഉള്ളിൽ വിചാരം എന്നൊക്കെ വേണേൽ പറയും. ഇപ്പോൾ ഉള്ളിൽ വിചാരം, ഇപ്പോൾ നമുക്ക് വിശ്വാസം പോലും ഉള്ളിൽ വിചാരമല്ലേ. പുറമേയുള്ള പറച്ചിലാണെങ്കിലും ആദ്യം എങ്ങനെയാണ് വരുന്നത്? അത് പുറമേ നമ്മൾ ചെയ്യുകയും ചെയ്യും, പറയുകയും ചെയ്യും, അല്ലേ? വിശ്വാസം നമ്മളിങ്ങനെ പ്രഖ്യാപിക്കും. വിശ്വാസം പ്രഖ്യാപിക്കുന്നത് പിന്നീട് നമ്മൾ പ്രയോഗിക്കും. ഇതെല്ലാം വിശ്വാസം പ്രഖ്യാപിച്ചാൽ നമുക്ക് പ്രഖ്യാപിക്കാം. അത് ഇപ്പോൾ ഈ ലിപ് സർവീസ് ആയത് കാരണം അതിൻ്റേതായിട്ടുള്ള 20% ഇൻകമാണിനകത്ത് നമുക്ക് കിട്ടുന്നത്. എപ്പോഴും നമ്മൾ ഓർത്തേക്കണക്കേണ്ടത് ഇതെല്ലാം. ആ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി 20-30 ഇത്രയും നാൾ ഞാൻ 21 ലക്ഷത്തോളം മനുഷ്യരെ കൗൺസിൽ ചെയ്യുകയും അവരിൽ ദൈവം പ്രവർത്തിക്കണ കാണുകയും അതേസമയം എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാനും അനേകായിരം പ്രശ്നങ്ങളിലൂടെയാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ കൈവരിക്കുന്ന ചില നിലപാടുകളുണ്ട്. ഗോഡ് മസ്റ്റ് നോ ദാറ്റ് വി ആർ സിൻസിയർ ആൻഡ് സീരിയസ്. പ്രത്യേകിച്ച് അവൻ്റെ വചനത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് സിൻസിയറിറ്റി ഉണ്ട്. അപ്പോൾ ദൈവത്തോട് സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണത് എന്താണ്? വചനം കേൾക്കും. കേട്ട് കഴിഞ്ഞാലും പിന്നെ അടുത്ത സംഭവം എന്താണ്? വചനം ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീടത് പ്രയോഗിക്കും. വചനം നടപ്പിൽ വരുത്തും. നടപ്പിൽ വരുത്തി കഴിഞ്ഞതിന് ശേഷം അതായത് അടുത്ത സെക്ഷനിലാണ് വചനം അഭിഷേകമാകണത്. ഇതെല്ലാം ദൈവാനുഭവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനാണ്. ദൈവാനുഭവത്തിലേക്ക് പോകുന്ന വഴിക്ക് ആദ്യം അറിവ്, പിന്നെ അനുഭവം, പിന്നെ അഭിഷേകം, അങ്ങനെ പോണത്. അപ്പം നിങ്ങളുടെ IELTS, വസ്തു വിൽപ്പന, കല്യാണം കഴിപ്പിക്കൽ, കുഞ്ഞുങ്ങളുണ്ടാകണത്, ഇങ്ങനെയുള്ള മിനിമം പരിപാടിയുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ മരിക്കണ വരെ ഇതുപോലെ പുതിയ പുതിയ പരിപാടികൾ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതല്ല, ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യണതിനൊരു മിനിമം വോൾട്ടേജ് കൊടുത്താൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊക്കെ അഡ്രസ്സ് ചെയ്യണം. നിങ്ങളെന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഫുൾ എനർജി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് ഈ വിഷയത്തിനൊരു പിൻപിടുത്തം വരുന്ന കാര്യം. നിങ്ങളുടെ ബുദ്ധിയും ബോധവും കഴിവും ചിന്തയും ആലോചനയും എല്ലാം ഒറ്റ വിഷയത്തിലേക്ക്. കല്യാണം താമസിക്കുന്നത് എന്താണ്? പിള്ളേരുണ്ടാകാത്തത് എന്താ? ജോലി കിട്ടാത്തത് എന്താ? ഈ അതായത് ഒരു ആധ്യാത്മികമായി പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ലോ ആയിരിക്കും പ്രോസസ്സ്. ദൈവമായിട്ടുള്ള അടുപ്പവും കാര്യങ്ങൾക്കെല്ലാം തീരുമാനം ഉണ്ടാകുന്നത് സ്ലോയാണ്. അതിൻ്റെ കാര്യം ഭയങ്കര കൊളസ്ട്രോളാണ് ആൾക്കാർക്കെല്ലാം. എങ്ങനെ കൊളസ്ട്രോളാണ്? നമ്മുടെ ബ്ലഡിൽ കൊളസ്ട്രോളുള്ള, ഹൃദയത്തിൽ കൊളസ്ട്രോൾ കാരണം പോലെ തന്നെയായിരിക്കും ആത്മീയ ജീവിതത്തിലും കൊളസ്ട്രോൾ ഉണ്ടാകും. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അമിത പ്രാധാന്യം എപ്പം നിങ്ങൾ വസ്തുക്കൾക്ക് കൊടുത്താൽ അപ്പോൾ ആ വിഷയത്തിന് ദൈവത്തെക്കാൾ ഇപ്പം നിങ്ങളുടെ വിഷയമെന്ന് വെച്ചാൽ ദൈവമല്ലല്ലോ, ദൈവത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളല്ലേ വിഷയമാക്കണം നമ്മൾ. ദൈവമല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്താണ്?
ദൈവത്തിൽ നിന്ന് എപ്പോഴാണ് നമുക്ക് ജോലി കിട്ടണത്, എപ്പോഴാണ് വീട് വെക്കാൻ പറ്റണത്. അപ്പോൾ അങ്ങനെ ഉള്ള ഓരോ സ്ഥലത്തെ ഈ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നതനുസരിച്ചുകൊണ്ട് കൊളസ്ട്രോൾ കൂടിക്കൊണ്ടിരിക്കും, സ്ഥിരമായിരിക്കും സംഭവം. പരിശുദ്ധ അമ്മയ്ക്കും നന്ദി കരയറ്റുന്നു. അതുപോലെ തന്നെ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എൻ്റെ അമ്മ കൂടെ എന്നെ സഹായിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും. പിന്നെ കൃപാസന പത്രമാണെങ്കിൽ ഇവിടെ നിന്ന് ആദ്യത്തെ ദിവസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാനും എൻ്റെ ചേച്ചി മാത്രമാണ് വന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ കൃപാസന പത്രം ഞാൻ മോളുടെ സമപ്രായക്കാരായ കുട്ടികൾ എവിടെയുണ്ടോ അവരെ നോക്കി ഓരോരുത്തരുടെ കയ്യിലും പത്രം കൊണ്ടു കൊടുത്തിട്ട് ഞാൻ അവരോട് പ്രാർത്ഥിക്കും, പരിശുദ്ധ മാതാവേ, ഈ കുഞ്ഞുങ്ങളുടെ ആത്മാവിനെ നീ നഷ്ടപ്പെടാതെ വേണം അവരെ ദൈവഭയത്തിലും ദൈവവഴിയിലും വളരുവാൻ അമ്മ സഹായിക്കണേന്ന് പറഞ്ഞിട്ടാണ് പത്രം കൊടുത്തിരുന്നത്. ഇപ്പം ഞാൻ കൃപാസനത്തിൽ വന്നു കഴിഞ്ഞ് ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത വീട്ടിൽ ഞാൻ ബെഡ്രിഡനായിട്ട് ഒരു കുട്ടി, ഹൈന്ദവ കുടുംബത്തിലെ ഒരു അമ്മയാണ്, പേര് ഇന്ദിര. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, ടീച്ചറെ ഞാനും വരികയാണെന്ന്. അങ്ങനെ ആ പുള്ളിക്കാരത്തി ഇവിടെ വരികയും പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ച് ആ വീട്ടിലാണെങ്കിൽ അവരുടെ മകളുടെ വിവാഹം ഉടനെ തന്നെ നടക്കാനുള്ള കൃപ അമ്മ നൽകുകയും ചെയ്തു. അപ്പം രണ്ടാമത്തെ തവണ വന്നപ്പോൾ എനിക്ക് ഇതുപോലെ പത്രം എനിക്ക് തന്നത്, കൃപാസന പത്രം കൊണ്ടിട്ട് ഞങ്ങൾ ചെയ്തത് എന്തെന്ന് വെച്ചാൽ വീടുകൾ തോറും ഞങ്ങൾ കയറി ഇറങ്ങി പത്രം വിതരണം ചെയ്യുമായിരുന്നു. അപ്പം ചേച്ചിയുടെ മകളുടെ 3 കുട്ടികളുണ്ട്, ഐശ്വര്യ, അക്ഷയ്, സച്ചു. ഇവർ 3 പേരും ഞാനും കൂടിയായിട്ടാണ് പത്രം കൊടുക്കാൻ പോകുന്നത്. ഓരോ വീടുകളിലും കയറി ഇറങ്ങി പത്രം കൊടുക്കും. പല വീടുകളിൽ ചെല്ലുമ്പോഴും അവരിങ്ങനെ ആട്ടി ഒട്ടിക്കും, കൊണ്ടുപോകും, ഇവിടെ പത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന്. അപ്പം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും കൃപാസന മാതാവിൻ്റെ പത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന്. പക്ഷേ അവരതൊന്നും അവഗണിച്ചില്ല. അപ്പോൾ കുഞ്ഞ് ചോദിച്ചു, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു ചോദിച്ചു, മമ്മി അവരെന്താ കൃപാസന പത്രം വാങ്ങാത്തത്? ഞാൻ ആ മോനോട് പറഞ്ഞു, മോനെ നമുക്ക് കൊടുക്കേണ്ട ജോലിയാണ് പരിശുദ്ധ അമ്മ പ്രവർത്തിച്ചോളും. അപ്പോൾ 3ാം തവണ വന്നപ്പോഴും ഇതുപോലെ എൻ്റെ ചേച്ചി, അനിയത്തി, അതുപോലെ എൻ്റെ സഹോദരൻ, എൻ്റെ മൂത്ത ചേച്ചി, ഇളയ ചേച്ചി എല്ലാവരുമാണ് ഈ കൃപാസനത്തിൽ വരികയും അവർക്കെല്ലാം പരിശുദ്ധ മാതാവ് ഓരോ അത്ഭുതങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് വരുമ്പോഴും പത്രം ഇതുപോലെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ആശുപത്രികളിൽ, അതുപോലെ കടകളിൽ, അതുപോലെ പബ്ലിക് പ്ലേസുകളിൽ, അതുപോലെ ദൈവത്തെ അറിയാതെ ഇരിക്കുന്ന വ്യക്തികളിലൊക്കെ ഞാൻ അത് നൽകി അവർക്ക് വേണ്ട അതും കൊടുക്കുമ്പോഴൊക്കെ ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ പരിശുദ്ധ അമ്മയെ അവരെല്ലാം ഈ പത്രം വഴി ഈശോയെ അറിയുവാനും പരിശുദ്ധ അമ്മയെ അറിയുവാനും ഇടയാക്കണമേ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവർക്ക് പത്രം കൊടുക്കുന്നത്. ഈ രാത്രി കാലങ്ങളിലാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ട്. ബൈബിൾ അരമണിക്കൂറോളം ബൈബിൾ വാങ്ങും, സമയം വായിക്കും. സമയമുണ്ടെങ്കിൽ ഞാൻ 1 മണിക്കൂറോളം ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പ്രഭാതത്തിൽ രാത്രി 7 മണിയാകുമ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യും. അതിനുശേഷമാണ് കുടുംബ പ്രാർത്ഥന ചെയ്യുന്നത്. മിക്കവാറും എല്ലാ ദിവസങ്ങളിൽ തന്നെ വീട്ടിൽ മോളും മോനും ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാലും ഞാൻ ആ കുടുംബ പ്രാർത്ഥന മുടക്കിയില്ല. ചില സമയങ്ങളിൽ മുടങ്ങും, പക്ഷേ ഞാൻ മാക്സിമം ആ കുടുംബ പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ ഞാൻ നോക്കും. എന്നിട്ട് രാത്രി യാമങ്ങളിൽ ഇരുന്നിട്ട് മക്കളെക്കുറിച്ച്, ഇപ്പോൾ വയനാടിലെ ആ പ്രയാസത്തിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ രാത്രി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ പ്രഭാതത്തിൽ ഉണരും 5:30 എണീറ്റിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു വചന പ്രഭാഷണമുണ്ട്, അത് കേൾക്കും. അത് കഴിഞ്ഞിട്ട് ബൈബിൾ അരമണിക്കൂർ വായിക്കും. എന്നിട്ട് മാതാവിൻ്റെ ഒരു ജപമാല മുഴുവനും ചൊല്ലും, 53 മണി ചൊല്ലും. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ദിനകൃത്യങ്ങൾക്കായിട്ട് പോകുന്നത്. അത് കൂടാതെ തന്നെ അമ്മയുടെ ഇവിടെ നിന്ന് കിട്ടുന്ന തൈലം, അതുപോലെ ഉപ്പ്, അതുപോലെ തേന്, ഇതെല്ലാം ഞാൻ ആവശ്യക്കാർക്ക്, രോഗിയായിട്ടുള്ളവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ദൈവത്തെ അറിയാത്തവരുണ്ട്, അവർക്ക് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. അവരെല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എനിക്കൊരു ഓട്ടീസം കുട്ടി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അവൻ ഭയങ്കരമായിട്ട്
ഭയങ്കരമായിട്ട് ബഹളം ചെയ്യുന്ന ഒരു കുഞ്ഞാണ്. ആര് പറഞ്ഞാലും കേൾക്കില്ല. എന്നെ തന്നെ അവൻ നന്നായിട്ട് ഉപദ്രവിക്കും. പക്ഷേ എൻ്റെ അമ്മയുടെ ഈ തൈലം ആ കുഞ്ഞിന് നാവി വെച്ചത് മുതൽ അവനിപ്പം വളരെ ശാന്തനാണ്, നന്നായി പഠിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ അത്ഭുതങ്ങളും ഒക്കെ ഞങ്ങൾക്ക് തരുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 കോടി നന്ദി കരയറ്റുന്നു. കാരുണ്യ പ്രവർത്തികൾ ഞാൻ വിട്ടുപോയതാണ്. കാരുണ്യ പ്രവർത്തികളിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയും ഞങ്ങൾ ഓൾഡ് ഏജ് ഹോം സന്ദർശിച്ചു. അതുപോലെ മാസത്തിലൊരിക്കൽ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമൊക്കെ സന്ദർശിക്കാറുണ്ട്. ഞങ്ങൾ വീട്ടിലുണ്ടാകുന്ന വസ്തുക്കൾ നമ്മൾ അവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ കുറച്ച് കോഴി ഞാൻ വളർത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരാഴ്ചക്കാലം ആ മുട്ട ശേഖരിച്ച് അവർക്ക് കൊണ്ടുപോകും. അതുപോലെ വസ്ത്രമായിട്ട് അവർക്ക് എന്താണ് ആവശ്യം അതനുസരിച്ച് ഞങ്ങൾ കൊണ്ടുകൊടുക്കുന്നു. ഞങ്ങൾ പള്ളിയിലെ കൂട്ടായ്മകളിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആവശ്യം വേണ്ട സ്ഥലം ഏതെന്ന് കണ്ടുപിടിച്ച് അവിടെ ഞങ്ങൾ പോവുകയും അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ഈശോയ്ക്ക് സന്തോഷം ഉണ്ടാകുന്ന വഴികൾ കണ്ടെത്താറുണ്ട്. ഈശോയ്ക്കും തിരുകുമാരനും മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഉടമ്പടി സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ടുള്ള സാക്ഷ്യം, എൻ്റെ കുഞ്ഞിന് തൂക്കം കുറവായിരുന്നു, ബ്ലഡിൻ്റെ അളവ് കുറവുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞിനും അങ്ങനെ തന്നെയായിരുന്നു. അത് ഉടമ്പടി തൈലത്തിലൂടെയും പിന്നെ ഉപ്പ്, തേന് എന്നിവ ഉപയോഗിച്ച് കുഞ്ഞിന് തൂക്കം വയ്ക്കുകയും ബ്ലഡിൻ്റെ അളവ് കൂടുകയും ചെയ്തു. പിന്നീടുള്ള സാക്ഷ്യം, കഴിഞ്ഞ ദിവസം എനിക്ക് ലൈനിൽ നിന്ന് ഷോക്ക് അടിക്കുകയും അത് 2-3 സെക്കൻഡ് ഞാൻ ഷോക്ക് അടിച്ച് നിന്നായിരുന്നു അവിടെ. മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് മൂലം ഞാൻ മരണത്തിൽ നിന്നും രക്ഷപ്പെടുകയുണ്ടായി. വണ്ടി ആക്സിഡൻറ്റ് ഒരിക്കൽ എനിക്കുണ്ടായി. ആ വണ്ടി ആക്സിഡൻറ്റിൽ ഞാനും കുഞ്ഞും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അത്ഭുതകരമായിട്ട് ഞങ്ങൾ അതിൽ നിന്നും രക്ഷപ്പെട്ടു. മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങളന്ന് രക്ഷപ്പെട്ടത്. അത് കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, എനിക്ക് പറ്റുന്ന പോലെ എല്ലാവരെയും ഞാൻ സഹായിക്കാറുണ്ട്. എൻ്റെ മുമ്പിൽ കൈനീട്ടി വരുന്ന ആരെയും ഞാൻ ഉപേക്ഷിക്കാറില്ല. പൊതിച്ചോറൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യാറുണ്ട്. അയൽവക്കത്തുള്ള എല്ലായിടത്തും കൊടുക്കും. അതിനുശേഷം ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. വണ്ടിയെ തന്നെ പത്രം വെച്ച് വണ്ടിയെ കയറുന്ന എല്ലാവർക്കും കൊടുക്കും. പിന്നെ കടകളിലേക്കൂടെയും ബസ് സ്റ്റാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പത്രം കൊണ്ടുപോയി കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. ആത്മീയമായിട്ട് ഞാൻ ഞായറാഴ്ചകളിൽ മാത്രമായിരുന്നു കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അതും വല്ലപ്പോഴും മാത്രമായിരുന്നു കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞായറാഴ്ചകളിലും ഇതായിട്ട് ഇപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും പോകും. ദിവസേന എല്ലാ ദിവ്യബലിയിലും പങ്കെടുക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ജപമാല നേരത്തെ അങ്ങനെ ഞാൻ ചെയ്യാറില്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിയിൽ കഴിഞ്ഞിട്ട് ഞാൻ വന്നു കഴിയുമ്പോൾ ഞാൻ കുളിയും കഴിഞ്ഞിട്ട് കയറി കിടക്കാറാണ് പതിവ്. ഇപ്പോൾ ആ സ്ഥാനത്ത് ഞാനാണ് വീട്ടിൽ ജപമാല ചെല്ലുന്നതും ബൈബിള് വായിക്കും. 1/2 മണിക്കൂർ ബൈബിള് വായിക്കും. രാവിലെ ആണെങ്കിലും 5 മണിക്ക് എഴുന്നേറ്റ് ജപമാല ചെല്ലിയതിന് ശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ബൈബിളും വായിച്ചാണ് മുന്നോട്ട് പോകാറിപ്പോൾ. എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് ബെറ്റി ജോബ്. ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് എനിക്ക് ഉടമ്പടിയുടെ പറ്റി എൻ്റെ സിസ്റ്റർ ചേച്ചിയാണ് പറഞ്ഞത്. സിസ്റ്റർ ഹോളി ക്രോസ് കോൺവെൻറ്റിലെ ഒരു സിസ്റ്ററാണ്. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് ആദ്യമായിപ്പോൾ തന്നെ തിരിച്ചു പോയി. അവിടെ പിന്നെ റോസറിയൊക്കെ കിട്ടുന്ന അവിടെയായിട്ട് എനിക്കൊരു പിങ്ക് ഷർട്ടും ഒരു വെള്ള മുണ്ടുമുള്ള ഒരു ആളെ എനിക്ക് കാണാൻ പറ്റി. എന്നോട് ചോദിച്ചു, എന്തിനാണ് മോൾ ഇവിടെ വന്നത്, എന്തിനാണ് ഇവിടുന്ന് തിരിച്ചു പോരുന്നത്, ഇത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് എന്തുകൊണ്ട് ഉടമ്പടി എടുക്കുന്നില്ല? ഞാൻ എറണാകുളം വരെയും ചെന്നു. എനിക്ക് മുമ്പോട്ടും പുറകോട്ടും പോകാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് 12 മണിക്കൂർ രാത്രിയിൽ ആ ബസ് സ്റ്റാൻഡിൽ ഇരുന്നുറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ എന്നെ അവിടുന്ന് ആരാണ്ടോ എഴുന്നേൽപ്പിച്ചതുപോലെ എഴുന്നേറ്റ് ഞാൻ രണ്ടാമതും അന്ന് തന്നെ വന്ന് ഇവിടെ തിരിച്ചു വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ തിരിച്ചു പോയി. വീട്ടിൽ ചെന്നത് എൻ്റെ 31
31/8/2021 എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ ഇച്ചിരി പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടെറസിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് തന്നെ മാതാവിനോട് മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് ചോദിച്ചു, എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ടെറസ് എനിക്കാണല്ലോ അമ്മേ ഗവൺമെൻറ് നിയമപ്രകാരം, എന്തുകൊണ്ട് എനിക്കത് നീ തരുന്നില്ല? കൃപാസന മാതാവേ, എൻ്റെ ഇടത്തും വലത്തും മുകളിലും താഴെ നിന്ന് ആ എനിക്കുള്ള ടെറസ് എനിക്ക് തന്നെ തിരിച്ചു തരണമേ. ഒരു സുപ്രഭാതത്തിൽ ആ ടെറസിൻ്റെ വിൻഡോ എനിക്ക് പൊളിച്ചു കളയേണ്ട ആവശ്യം വന്നു. അവിടെ വെച്ച് അവിടെ ഒരു 250 പേര് ഒന്നിച്ചുകൂടി. ഞാൻ ഒറ്റയ്ക്കൊരു പേര്, എൻ്റെ പിള്ളേരെല്ലാം അവിടെ ഫാദർ മുള്ളാസ് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയായിരുന്നു. അവിടെ വെച്ച് എനിക്ക് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ ബാത്റൂമിൽ കയറി കതകടച്ച് മാതാവിനെ വിളിച്ചപേക്ഷിച്ചു. മാതാവാണല്ലോ എനിക്ക് ആരുമില്ല. മാതാവേ, അങ്ങയുടെ തിരുവസ്ത്രത്തിൽ എന്നെ പൊതിയണമേ, എന്നെ ഇടത്തും വലത്തും മുകളിലും താഴെ നിർത്തണമേ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 250 പേരും ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. ഒരക്ഷരം പോലും മിണ്ടിയില്ല. 15 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടേണ്ട ഗവൺമെൻറ് നിയമപ്രകാരമുള്ള ടെറസ് എനിക്ക് തിരിച്ചു കിട്ടി. പിന്നെയുള്ളത്, എനിക്ക് സർവൈക്കൽ സ്പോണ്ടലൈറ്റിസിൻ്റെ രോഗമായിരുന്നു. ഞാനൊരു സ്റ്റാഫ് നേഴ്സായിട്ട് ഡൽഹി ജോലി ചെയ്യുന്നു. വലത്തുവശം വെച്ച് എനിക്ക് കിടന്നുറങ്ങാൻ ഒട്ടും പറ്റത്തില്ലായിരുന്നു. രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ ഞാൻ എഴുന്നേറ്റിരുന്ന് കരയുമായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ വലത്തുവശത്ത് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി രാത്രിക്ക് 2 മണിക്കും 3 മണിക്കും എല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആരോടും എൻ്റെ വേദനകൾ പറയത്തില്ലായിരുന്നു. ഒരു ദിവസം നോക്കുമ്പം ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എനിക്ക് വലത്തുവശം തിരിയുന്നു, ഒരു കുഴപ്പവും ഇല്ല. അന്നു മുതൽ ഇന്നു വരെയും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എൻ്റെ മോക്ക് OET എഴുതി, ഫസ്റ്റ് ടൈം തന്നെ OET എഴുതി. അയർലൻഡ് സ്ക്വയർ തന്ന് മാതാവ് രക്ഷിച്ചു. ഉടമ്പടി കാശ്രൂപവും ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ എൻ്റെ മോടെ കയ്യിൽ കൊടുത്തുവിട്ട് മാതാവ് ആദ്യത്തെ പ്രാവശ്യം തന്നെ ജയിപ്പിച്ചു. പിന്നെ ഒരു ഉടമ്പടി തൈലം കൊണ്ട് എൻ്റെ മോക്ക് 12 വർഷമായിട്ട് കൊറോണ ഒപ്പസിറ്റി എന്ന് പറഞ്ഞ ഒരസുഖമുണ്ടായിരുന്നു. അവൾക്ക് BSc പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും പരീക്ഷ സമയത്ത് അവൾക്ക് ഒട്ടും പഠിക്കാൻ പറ്റത്തില്ല. കണ്ണിന് നീര്, കണ്ണ് തുറന്ന് വായിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് കൊച്ചിനെ ഓൾ ഇന്ത്യ മെഡിക്കൽ സെൻറ്ററിൽ കാണിച്ച് ഐ സർജറി ചെയ്യണമെന്ന്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ജോലിക്ക് പോവോ കൊച്ചിനെയും കൊണ്ട് സർജറി ചെയ്യിപ്പിക്കുമോ? മാതാവല്ലാതെ എനിക്ക് ആരുമില്ല. ഞാൻ അന്നു മുതൽ ഇന്നുവരെയും ഈ സമയം വരെയും എൻ്റെ കൊച്ചിൻ്റെ തലയിൽ കുരിശ് വരച്ച് ഉടമ്പടി തൈലം പൂശി മാതാവിനോട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും. അങ്ങനെ